തുടരും എന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മോഹൻലാലിന്റെ 3 സിനിമകളാണ് ഓർമ്മ വന്നത്. 2 എണ്ണം ഈ അടുത്ത കാലത്തായി മോഹൻലാലിന് ഏറ്റവും മൈലേജ് നേടിക്കൊടുത്ത സിനിമകളാണ്, ദൃശ്യവും ലൂസിഫറും. മറ്റൊന്ന് ഭ്രമരമാണ്. ഇമോഷണൽ ഇന്റൻസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന മോഹൻലാൽ ചിത്രം. പിന്നെ പഴയൊരു മോഹൻലാൽ ചിത്രവും ഓർമ്മ വന്നു. അതേതെന്ന് പറയുന്നതിന് മുമ്പ് ഇത് തുടരും എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. തുടരും മോഹൻലാലിന്റെ ഫാൻസിലെ സ്ലീപ്പർ സെൽസും ഫാമിലി ഓഡിയൻസും എല്ലാം ചേർന്ന് വലിയൊരു വിജയമാക്കിയ സിനിമയാണ്. അതിന് കാരണവുമുണ്ട്. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ മോഹൻലാലിലൂടെ കാണാൻ ശ്രമിക്കുന്ന ചില വേഷങ്ങളുണ്ട്. ഹ്യൂമർ, ഫാമിലി മാൻ, ഇന്റൻസ് ഇമോഷൻസ്, റിവഞ്ച്, ഹീറോയിസം, ഇതൊക്കെയാണവ. തുടരും ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആണ്. സിനിമയുടെ തുടക്കം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സെറ്റപ്പാണ്. അച്ഛനും അമ്മയും 2 മക്കളും, അച്ഛൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു പഴയ അംബാസിഡർ കാറും. ഇടയ്ക്കിടയ്ക്ക് മോഹൻലാലിന്റെ തന്നെ ഈ അടുത്ത് തോൽവികൾ ഏറ്റുവാങ്ങിയ സിനിമകളെ ട്രോളിക്കൊണ്ടുള്ള ചില ഡയലോഗ്സും, കുറച്ച് കഞ്ഞി എടുക്കട്ടെ, വെട്ടിയിട്ട വാഴത്തണ്ട്, ഏജന്റ് എക്സ്, കൺകണ്ടത് നിജം, അങ്ങനെ കുറെ ഡയലോഗ് സിനിമയിൽ വരുന്നുണ്ട്. അതിനിടയ്ക്ക് കാറിലിരുന്ന് വില്ലൻ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും ചിരി വന്നുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫാമിലി ഡ്രാമയിൽ നിന്ന് പതുക്കെ സിനിമ ഒരു ത്രില്ലറിലേക്ക് പോവുകയാണ്, ദൃശ്യം പോലെ. പക്ഷെ പതുക്കെയുള്ള ഒരു ഷിഫ്റ്റ് സിനിമയിൽ ഗംഭീരമായിരുന്നു. കൂടെ വില്ലന്റെ ഗംഭീര പെർഫോമൻസും. മോഹൻലാൽ മറന്നുപോയോ എന്ന് പലരും സംശയിച്ച അഭിനയം ഇവിടെ വീണ്ടും കാണുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒന്നും ചെയ്യാനില്ലാത്ത സിനിമകളിലാണ് മോഹൻലാൽ അലസമായി അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നി തുടങ്ങിയത്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്നും വളരെ ഗംഭീരമായി തന്നെ മോഹൻലാൽ ചെയ്യുമെന്നാണ്. ത്രില്ലർ പാർട്ടിൽ എത്തുമ്പോൾ വെറും ഒരു ത്രില്ലർ അല്ല, ഇമോഷണൽ ത്രില്ലർ ആണെന്നത് കൊണ്ട് തന്നെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമോഷണൽ പാർട്ടും ത്രില്ലർ പാർട്ടും. സംഭവം റിവഞ്ചുമാണ്, അപ്പോൾ കുറച്ച് ഹീറോയിക് കൂടി ആവണം. ഇത് വളരെ വിഷമം പിടിച്ച ഒരു കളിയാണ്. നല്ല ബാലൻസ് ആവശ്യമായത്. ദൃശ്യത്തിലെ ഫാമിലി മാൻ ആയ ജോർജ് കുട്ടി ത്രില്ലറിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു മാറ്റം പോലെയല്ല അത്. അതുവരെ സന്തോഷമുള്ള ഫാമിലി മാൻ ആയ ഒരാൾ പെട്ടെന്ന് മകൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്ന ആളാകുന്നു. സിനിമയുടെ ടോൺ മാറുന്നു. ഒപ്പം റിവഞ്ചും പിന്നെ ഹീറോയിസവും. ഗ്രേറ്റ് ഫാദറിൽ എല്ലാവരും വിമർശിച്ചത് മകളുടെ ട്രാജഡിക്ക് ശേഷവും കോട്ടിട്ട് കിടലൻ ലുക്കിൽ റിവഞ്ചിന് പോകുന്ന നായകനിയായിരുന്നു. അതായത് ഹീറോയിസം വേണം, എന്നാൽ ഓവർ ആകാനും പാടില്ല. തുടരും എന്ന സിനിമയിൽ അതിന് ഏറ്റവും സഹായിച്ചത് ക്യാമറ ആൻഡ് എഡിറ്റിംഗ് തന്നെയാണ്. ഇത് ഭ്രമരം പോലെ ഒരു സിനിമയല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ഹീറോയിസം, ഫൈറ്റ് എല്ലാം കാണിക്കേണ്ടതുണ്ട്. കുറച്ച് നല്ല ഫ്രെയിമുകളിലൂടെ സിനിമയിൽ അതൊക്കെ കാണിക്കുന്നുമുണ്ട്. ഭ്രമരത്തിലെ നായകന്റെ ഇമോഷണൽ ഇന്റൻസിറ്റി, ലൂസിഫറിലെ ഹീറോയിസം, ഇത് രണ്ടിന്റെയും ഒരു മിക്സ് ആണ് ആ ഭാഗങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ചില ഹീറോയിക് ഫ്രെയിമുകളിൽ ഇരുട്ടും വെളിച്ചവും കൊണ്ട് മോഹൻലാലിന്റെ മുഖത്ത് തീർക്കുന്ന ദൃശ്യഭംഗി ഗംഭീരമായിരുന്നു. BGMന്റെ കാര്യത്തിൽ എനിക്ക് 2 അഭിപ്രായമാണ്. ഓവറോൾ കൊള്ളാം, എന്നാൽ ചില സീനുകളിൽ, ഉദാഹരണത്തിന് നായകൻ സത്യം തിരിച്ചറിയുന്ന നിമിഷമൊക്കെ BGM നായകന്റെ എക്സ്പ്രഷനിലും ഒരുപടി ലൗഡായി പോയി. ഇത് വലിയ ഞെട്ടലാണ് എന്ന് നമ്മളോട് പറഞ്ഞറിയിക്കുന്ന പോലെ. അങ്ങനെ ആവശ്യമില്ലാതെ ലൗഡായി പോയ 1-2 ഇടങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസിന്റെ ഭംഗി കളയുന്ന പോലെ തോന്നി ആ ഭാഗങ്ങളിലൊക്കെ. ഫൈറ്റ് സീൻസ് ഒക്കെ മോഹൻലാൽ വളരെ എഫേർട്ട്ലെസ് ആയി ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് കൊറിയോഗ്രഫിയും ഇഷ്ടപ്പെട്ടു. ശോഭനയുടെ കഥാപാത്രത്തിന് അങ്ങനെ കാര്യമായി എന്തെങ്കിലും ചെയ്യാനുള്ളതായി തോന്നിയില്ല. ലളിതയെയും മകളെയും ഇന്ററഗേഷൻ എന്ന പേരിൽ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്ന പാട്ടൊക്കെ കണ്ടപ്പോൾ ദൃശ്യം ഓർമ്മ വന്നു. സിനിമയിലെ സെറ്റപ്പ് ആൻഡ് പേ ഓഫ് ഒക്കെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ തന്നെയായിരുന്നു. നായകന്റെ പാസ്റ്റ്, അത് വെച്ച് പോലീസ് ഉണ്ടാക്കുന്ന കഥ, നാട്ടുകാർക്ക് ആ കഥ മതി കുറച്ച് ദിവസത്തേക്ക് എന്ന് പറയുന്ന വില്ലൻ, അങ്ങനെ നല്ലൊരു ഒഴുക്ക് സിനിമയ്ക്കുണ്ടായിരുന്നു. ബിനു പപ്പുവിന്റെ SI ബെന്നി എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ആണ്. വില്ലന്മാർ 2 പേരും ഒന്നിനൊന്ന് തകർത്തു. ബിനു പപ്പുവിന്റെ ചില മാനറിസങ്ങളെല്ലാം കുതിരോട്ടം പപ്പുവിനെ ഓർമ്മിപ്പിച്ചു. ഇടയ്ക്ക് ചെറിയൊരു സീനിൽ വന്നു പോകുന്ന അർജുൻ അശോകൻ, പിന്നെ മണിയൻ എന്ന കഥാപാത്രം. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നതിൽ നിന്നും ഷൺമുഖത്തിനെയും പ്രേക്ഷകരെയും ഒരു പരിധിവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന 2 കഥാപാത്രങ്ങൾ, രണ്ടും നന്നായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ തനിക്ക് വളരെ വേണ്ടപ്പെട്ട മാസ്റ്റർ എന്ന കഥാപാത്രത്തെ പട്ടടയിൽ ഇരിക്കുന്ന സമയം ഷൺമുഖൻ അയാൾ നോക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. സിനിമയിലെ ഇമോഷൻ അത് ഏത് തരത്തിലുള്ളതാണ് വരാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൂചന അവിടെ കിട്ടുന്നുണ്ട്. മാസ്റ്ററോടും കാറിനോടും ഒക്കെ ഇമോഷണലി അത്രയും അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഒരാളാണ് ഷൺമുഖൻ എന്ന ബെൻസ്. പിന്നീട് ഏതോ ഒരാളെ വില്ലന്മാർ കൊന്നു എന്ന് അറിയുമ്പോഴും അയാൾക്ക് വേദനിക്കുന്നുണ്ട്. പിന്നീട് ഒരു അവസരത്തിൽ മണിയനായിരിക്കുമോ കൊല്ലപ്പെട്ടത് എന്നോർത്തും അയാൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് അത് മകനിലേക്ക് എത്തുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രത്തെ ബിൽ ചെയ്യാൻ ഉപയോഗിച്ച ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ നല്ലതായിരുന്നു. ക്ലൈമാക്സിൽ മുഖം മൂടണോ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോഴുള്ള ഷൺമുഖത്തിന്റെ ആ നോട്ടം, താൻ ചെയ്തതിൽ അഭിമാനമേ ഉള്ളൂ, മുഖം മൂടേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയാതെ പറയുന്ന ആ നോട്ടം, അഭിനയം മറന്നു എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ മഴയിൽ നിർത്തിയിരിക്കുന്നത്? ഈ വരികൾ ഈച്ചരവാര്യരെയും പോലീസുകാർ ഉരുട്ടിക്കൊന്ന രാജനെയും ഓർമ്മിപ്പിക്കുന്നതാണ്. സിനിമയിൽ ഏതാണ്ട് ഇതേപോലൊരു വാചകം മകൻ അച്ഛനോട് പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മരിച്ച മകനെ കുറിച്ച്, അവന്റെ അവസാന നിമിഷങ്ങളിലെ വേദനയെക്കുറിച്ചോർത്ത് വേദനിക്കുന്ന അച്ഛൻ ഓർക്കുന്ന പോലെ. ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ ക്രൂരമായി വേദനിച്ച് ഇല്ലാതാക്കപ്പെടുന്നതിന്റെ വേദന മൊത്തം ആ വരികളിലുണ്ട്. തുടരും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാനുള്ള എല്ലാ എലമെന്റുകളും ചേർത്തുണ്ടാക്കിയ ഒരു സിനിമയാണ്. ഏതോ ഒരാളിൽ നിന്നും ആട്ടും കേട്ട് തിരിച്ചു പോകുന്നതിലെ ഹ്യൂമർ തൊട്ട് ഹീറോയിക് ഫൈറ്റ് തൊട്ട് ഇന്റൻസ് ഇമോഷൻസ് വരെയുള്ള ഒരു സിനിമ. ഇതിനിടയിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. എന്നാൽ ഇതെല്ലാം ചേർത്തെടുത്ത ഒരു 1 ടൈം വാച്ചബിൾ സിനിമയാണ് തുടരും. ഈ സിനിമ മോഹൻലാലിന് അപ്പുറത്തേക്ക് വളർന്ന ഒരു സിനിമയായി തോന്നിയില്ല. തിരക്കഥയ്ക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും. പിന്നെ ആദ്യം പറഞ്ഞ സിനിമകളിലെ 4ാമത്തെ സിനിമ സൂര്യഗായത്രിയാണ്. അപ്പൊ എന്താണ് തുടരും എന്ന സിനിമയെ കുറിച്ചുള്ള
നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.